ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നൊരു ബാഡ് വീഡിയോ ആണ്. കാരണം നമ്മളൊരു വണ്ടിയുടെ ഫുൾ മോഡിഫിക്കേഷൻസ് നമ്മൾ അയക്കേണ്ടി വന്നു. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ പഴയ മോഡൽ LCM ഇറക്കിയപ്പോൾ LC100 ഇറക്കിയപ്പോൾ എല്ലാവരും നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് അതിൻ്റെ വേറെ പാർട്സും കാര്യമൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ടാക്സും കാര്യം നമ്മളെ സിറ്റിയിൽ അടക്കണം, ഈ ഒരു സിറ്റിയിൽ അടക്കണം. അത് നമ്മൾ അടച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അത് വിട്ടുപോയതാണ്. അപ്പോൾ പിന്നെ അതടക്കാത്ത കാരണം ആ ടാക്സ് അടക്കേണ്ട ഫുള്ള് പാർട്സ് നമ്മൾ പോലീസ് എടുത്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു ആക്സസറി ആ ഒരു പാർട്ട് മാത്രം നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. നമ്മളെ ബാക്കിൽ വെക്കണം സ്പെയർ ടയർ, അത് ഒഴിച്ച് ബാക്കി എല്ലാം ബമ്പർ, അതേപോലെ ഫുൾ ഫോഗ് ലാമ്പ് ഒട്ടൊക്കെ അവർ ഊരിക്കൊണ്ടുപോയിട്ടുണ്ട്, മൊത്തം ഊരിക്കൊണ്ടുപോയി. പിന്നെ അങ്ങനത്തെ പിന്നെ എൻജിൻ മാറ്റിയിട്ടുണ്ട്. എൻജിൻ ഫുൾ ട്യൂൺ ചെയ്ത് V8 ആക്കി വെച്ചതാണ്. പക്ഷെ അത് നമുക്ക് മാറ്റേണ്ടതാണ്. സ്റ്റോക്ക് നമ്മളൊരു എൻജിനൊക്കെ മൊത്തത്തിൽ മാറ്റിയതാണ്, എൻസാപ്പ് ചെയ്തതാണ്. നമ്മൾ നേരെ V8ക്ക് നമ്മൾ അപ്ഗ്രേഡ് ആക്കിയതാണത്. അതായത് സ്റ്റോക്ക് മാറ്റിയിട്ട് സ്റ്റോക്ക് നമ്മളെ ഗാരേജ്, അതായത് നമ്മൾ എടുത്ത പുതിയ നമ്മളെ ഗാരേജ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ആ ഒരു എൻജിൻ നമ്മൾ തിരിച്ച് അതിലേക്ക് തന്നെ തിരിച്ച് കയറ്റിയിട്ടുണ്ട്. അത് ഇവർ പറഞ്ഞിട്ടാണ്, നമ്മളെ പോലീസുകാർ പറഞ്ഞിട്ടാണ് അതാണ് നമ്മൾ വെച്ചത്. ആ ഒരു V8 എൻജിന് അപ്ഗ്രേഡ് ആണ്, നല്ല രീതിക്ക് ക്യാഷിന് കാര്യം പൊട്ടിച്ചതാണ് LCക്ക്. അപ്പോൾ എന്തായാലും V8 എൻജിൻ വെച്ചാൽ നമ്മളെ ഗാരേജാണ് ഇത്. അപ്പോൾ ആ ഒരു V8 എൻജിൻ നമ്മൾ ഊരി വെച്ചിട്ട് നമ്മളെ ഗാരേജിലാണ് വെച്ചാൽ. ഇവിടെ അല്ല, നമ്മൾ ട്രോപ്പിക്കലിൽ പുതിയൊരു ഗാരേജ് തുടങ്ങിയിട്ടുണ്ട്, അവിടെയാണ് വെച്ചേക്കുന്നത്. അവിടെയാണ് നമ്മൾ ട്രോപ്പിക്കലിൽ ആ ഒരു കാർ ഷോറൂം ഒക്കെ ഉണ്ടല്ലോ, അവിടുത്തെ മെയിൻ വർക്കൊക്കെ ഇവിടെ കാണും. ഫുൾ വർക്ക് അങ്ങോട്ടാണ് വരിക. നമുക്ക് അവിടെ നിന്ന് അടിപൊളിയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഒരു എഞ്ചിന് ഊരി വെച്ചേക്കണത്. അത് നമ്മൾ തിരിച്ച് ഇതിലേക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളാ ഒരു V8 എഞ്ചിന് അവിടെ ഇരിക്കുന്നുണ്ട്. അതെടുത്ത് നമുക്ക് സെല്ല് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിന് കുറച്ച് ക്യാഷും കാര്യമൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഡിഫൻഡറാണ്, അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ആ ഒരു ടാക്സ് അടിക്കാത്ത കാരണം നമ്മൾ ആ ഒരു LC പോയത്. അപ്പോൾ LC പോയില്ല, നമ്മളാ ഒരു LCയുടെ ഫുൾ ആക്സസറീസ് അവർ ഊരിക്കൊണ്ടുപോയി. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മളെ LC പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്, അത് നമുക്ക് തിരിച്ച് പോയി എടുക്കണം. അപ്പോൾ നമ്മളോട് പറഞ്ഞാൽ വണ്ടി എടുത്തു, കാരണം വണ്ടി നമ്മൾ ഫുൾ ടാക്സൊക്കെ അടച്ചതാണ്. പക്ഷെ നമ്മൾ നമ്മളെ ആക്സസറീസിൻ്റെ ഇതൊന്നും നമ്മൾ അടച്ചില്ല. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, നമ്മളെ ഡിഫൻഡർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി LC എടുക്കാം. അവിടെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ, നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, കാരണം അങ്ങോട്ട് നമ്മൾ കൊണ്ടുപോകണില്ല. തൽക്കാലം അവിടെ കിടക്കട്ടെ, കാരണം അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഇടേണ്ടി വരും നമ്മൾ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോകാം. അങ്ങനെ സമയം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ ബാക്കിലാണ് വണ്ടി കിടക്കണത്, എവിടെ എന്നറിയില്ല. നമ്മൾ അതിനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ബാക്കിലാണ് സാധാരണ വണ്ടികളൊക്കെ പിടിച്ചിട്ടിട്ട് ഇടാറ്. നമുക്ക് നൈസായി അതിലേക്ക് കയറിപ്പോട്ടെ. ഇവിടെ ഒന്നും കാണില്ല നമ്മളെ വണ്ടി. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഓക്കെ, ഇതേ കിടക്കണം നൈസ് നമ്മളെ LC. ഓക്കെ, നമ്മളെ LCയുടെ അവിടെ കിടക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ബാക്കിൽ ഒരു സ്പെയർ ടയർ വെക്കണ സ്റ്റാൻഡ്, അതൊഴിച്ച് ബാക്കി എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. കളർ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇതൊഴിച്ച് ബാക്കി എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ, എൻജിനൊക്കെ മാറ്റിയതാണ് കേട്ടോ. ഒക്കെ മാറ്റി ആ ഫുള്ള് ആക്സസറീസ് അവർ കൊണ്ടുപോയി. കളറ് വലിയ സീനൊന്നുമില്ല. കളർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടിച്ചപ്പോൾ അതിൻ്റെ ഒക്കെ ടാക്സ് കൊടുത്തതാണ്. നമ്മളെ വേറൊരു സ്ഥലത്ത്, നമ്മൾ സിംഗപ്പൂരിൽ നമ്മൾ ഈ ആക്സസറീസൊക്കെ ബാക്കിയൊക്കെ നമ്മൾ വാങ്ങിയത്. അത് വാങ്ങി അവിടെ തന്നെ ഫിറ്റ് ചെയ്തത്. അത് കാരണമാണ് ഇവർ അവിടുത്തെ ടാക്സ് നമുക്ക് കൊടുത്തു. പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വേറൊരു ടാക്സ് ഉണ്ട്, അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ടായില്ല. അതാണ് പ്രശ്നം പറ്റിയത്. നമ്മൾ വന്നപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഷിപ്പുണ്ട്, ഈ ആച്ചാണ്. അന്നെ അവിടെ നിന്ന് ഇങ്ങനെ ആച്ച് കൊണ്ടുവന്നപ്പോൾ അതിൽ നമുക്ക് കൊണ്ടുവന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അതൊന്നും നമുക്ക് പോലീസ് പറഞ്ഞിട്ടില്ല, ടാക്സ് ഇറക്കാത്തവരാണ് പിടിച്ചത്. അതൊക്കെ നമ്മൾ വണ്ടി എടുത്ത് സ്റ്റോക്ക് എഞ്ചിനായിട്ട് ഇപ്പോൾ കയറ്റിയേക്കണം. LCയുടെ പഴയ എഞ്ചിൻ, അത് അത്യാവശ്യം പവറുണ്ട്. ആ ഒരു എഞ്ചിന് അതിന് ഹെവി ഓഫ് റോഡിന് ഇത് കൊണ്ടുപോയില്ല. അതാണ് പിന്നെ വലിയ സീനില്ല. ഹെവി ഓഫ് റോഡ് ക്ലീൻ സ്പെക്കായിട്ട് ക്ലീൻ സ്പെക്കല്ല, ഇങ്ങനെ മോഡിഫൈ ചെയ്ത് അത്യാവശ്യം ഓഫ് റോഡ് പോകാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ
അത്യാവശ്യമല്ല, നമ്മൾ ആദ്യം നല്ല എഞ്ചിനൊക്കെ ട്യൂൺ ചെയ്ത് കയറ്റിയിട്ടാണ് വെച്ചിരുന്നത് ഹെവി ഓഫർ കൊണ്ടുപോകാൻ. ഇപ്പം നമുക്ക് ഹെവി ഓഫർ കൊണ്ടുപോകാൻ പറ്റില്ല, അത് നമ്മൾ വണ്ടിയോട് ഒതുക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ തന്നെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരും. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.